വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് യുവർ ടീച്ചർ. ഞാൻ പുതിയൊരു നോട്ടിഫിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. UPSCയുടെ നോട്ടിഫിക്കേഷനാണ് വന്നേക്കുന്നത്. സെൻട്രൽ ആർമഡ് ഫോഴ്സസിലേക്ക് അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഡിഗ്രി മാത്രം കയ്യിൽ മതി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാം. പിന്നെ ഏതൊക്കെയാണ് സെൻട്രൽ ആർമഡ് ഫോഴ്സസിൻ്റെ അതിൻ്റെ വേക്കൻസി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. BSF 156 വേക്കൻസി ഉണ്ട്, CRPF 120 വേക്കൻസി ഉണ്ട്, CISF 100 വേക്കൻസി ഉണ്ട്, ITBP 58 വേക്കൻസി ഉണ്ട്, SSB 42 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 506 വേക്കൻസി നമുക്ക് നിലവിലുണ്ട്. പിന്നെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ വന്നത് നമുക്കിതിന് എക്സാം ഉണ്ട്. എക്സാം 2 എക്സാമാണ്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. സിലബസ് എല്ലാം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും നോട്ടിഫിക്കേഷൻ ശ്രദ്ധയോടെ വായിച്ച് നോക്കാം. പേപ്പർ 1, പേപ്പർ 2 എക്സാം ഡേറ്റ് വരെ ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 4 എക്സാം നടക്കുന്നത്. പേപ്പർ 1 രാവിലെയും പേപ്പർ 2 ഉച്ച കഴിഞ്ഞുമാണ് എൻ്റെ എക്സാം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ആവുന്നുള്ളൂ. സോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിന് എക്സാം ഫീസ് ഉണ്ട്. 200 രൂപയാണ് എക്സാം ഫീസ്. SC/STക്ക് എക്സാം ഫീസ് ഇല്ല. ബാക്കി ജനറൽ കാറ്റഗറിക്ക് 200 എക്സാം ഫീസ് ഉണ്ടാവും. സോ അത് ഓൺലൈനായിട്ട് പേ ചെയ്യേണ്ടി വരും. സോ നോട്ടിഫിക്കേഷൻ എല്ലാവരും ശ്രദ്ധയോടെ വായിച്ച് നോക്കാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മിസ് ചെയ്യാണ്ടിരിക്കുക. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും ജോലി കിട്ടിയിട്ട് നല്ലൊരു ദിവസം നേരുന്നു. ഇറ്റ്സ് യുവർ ടീച്ചർ.